നമസ്കാരം. തിരുവനന്തപുരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നിലമ്പൂർ റോഡിലേക്ക് പോകുന്ന നിലമ്പൂരുകാരുടെ സ്വന്തം റാണിയായ രാജറാണി എക്സ്പ്രസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. രാത്രി 7:30 തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ബസ്സിൽ ഇത് KSRTCന്റെ സ്വിഫ്റ്റ് ആണ്. തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന വണ്ടിയാണ്. ആലപ്പുഴ വഴി കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി കാണാം. പിന്നെ ഇവിടെ തന്നെ KSRTCന്റെ മിന്നൽ സർവീസ്. ഇത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നൊരു മിന്നൽ, വെടിയും പുകയും പോലെ പോകുന്നൊരു വണ്ടി. പിന്നെ ഇവിടെ ഒരു സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം, ഇത് പഴനിയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് 7 കിലോമീറ്റർ മാറിയിട്ടാണ് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ വരുന്നത്. ഇവിടുന്ന് എങ്ങനെ എളുപ്പത്തിൽ അവിടെ എത്താൻ ആദ്യം നോക്കാം. രാജറാണി എക്സ്പ്രസിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഈ ഒരു സമയത്ത് തിരുവനന്തപുരം നോർത്തിലേക്ക് പോകാൻ കൂടുതൽ ആൾക്കാരും ഓട്ടോ ഒക്കെ ആക്കാറുണ്ട്. എന്നാൽ അതിലൊന്നും ആവശ്യമില്ല, അത് വ്യക്തമായി പറഞ്ഞു തരാം. നിലമ്പൂർ റോഡിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് രാജറാണി എക്സ്പ്രസ് വന്നിട്ട് രാവിലെ ഇവിടെ എത്തുമല്ലോ, ആ സമയത്ത് തന്നെ ഈ ട്രെയിൻ മറ്റൊരു വണ്ടിയായിട്ട് റേറ്റ് ഷെയറിംഗ് ഉണ്ട്. തിരുവനന്തപുരം നോർത്ത് നാഗർകോവിൽ ജംഗ്ഷൻ പാസഞ്ചർ. ആ വണ്ടി നാഗർകോവിൽ എത്തിയതിനു ശേഷം വൈകുന്നേരം 6:20 തിരിച്ച് തിരുവനന്തപുരം നോർത്തിലേക്ക് വരും. അത് തിരുവനന്തപുരം സെൻട്രൽ എത്തുക രാത്രി 7:55 നിങ്ങൾക്ക് ഈ സമയത്ത് ഇവിടുന്ന് ആ ഒരു ട്രെയിനിൽ കയറാം. അത് തിരുവനന്തപുരം നോർത്തിൽ എത്തിയതിനു ശേഷമാണ് രാജറാണി എക്സ്പ്രസ് ആയിട്ട് പോവുക. ഇവിടുന്ന് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. സമയം 8:33 നമ്മുടെ ട്രെയിൻ ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല, ഡിലേ ആയി. ഇത് സിക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ശബരി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഇതുവരെ തിരുവനന്തപുരത്ത് നിന്ന് സിക്കന്ദരാബാദിലോട്ട് പോയിട്ടില്ല. എന്തായാലും പോകണം. ഇതിപ്പം സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള വണ്ടി തന്നെയാണ്. നല്ല അടിപൊളി വണ്ടി. എന്തായാലും ഉടനെ തന്നെ യാത്ര ചെയ്യാം. 8:48 നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചർ ഇതാ കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 56309. ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെയാണ് ഇനി നിലമ്പൂർ വരെ ഉണ്ടാവുക. WP4 അറക്കോണം. ഈ ട്രെയിനിൻ്റെ, അതായത് രാജറാണി എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ആകെ ഉള്ളത്. മുന്നിൽ 2 എണ്ണം, പുറകിൽ 2 എണ്ണം. 7 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC, 1 സെക്കൻഡ് AC. രാജറാണി എക്സ്പ്രസിൽ ഞങ്ങളുടെ കോച്ച് S1 ആണ്. ഇതാണ് 35ഉം 38ഉം ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ബർത്തിലേക്ക് തന്നെ പോവാം. പിന്നെ അവിടുന്ന് മാറി കയറൊന്നും വേണ്ടല്ലോ. ഈ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് ട്രെയിൻ നിർത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഒരു ചേട്ടൻ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ വീഴുകയാണ് ഉണ്ടായത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളോട് ഒരു കാര്യം, ഓടുന്ന ട്രെയിനിൽ നിന്ന് ഒരിക്കലും ചാടി ഇറങ്ങാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാം. ചിലപ്പം സ്ലിപ്പായിട്ട് ട്രാക്കിലേക്ക് വീഴാം. അത്രയും ഡേഞ്ചറാണ്. S1 ഞങ്ങളുടെ ബെർത്തുകൾ 35ഉം 38ഉം ആണ് കേട്ടോ. ഈ 2 അപ്പർ ബെർത്ത്. പിന്നെ ഇവിടെ തന്നെ ഒരു മിറർ ഉണ്ട്. ചാർജിങ് പോയിന്റൊക്കെ ഇതാ ഇവിടെയാണ്. പിന്നെ ഇവിടെയും ഒന്നുണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ ടോട്ടലി. അങ്ങനെ 9 മണി ഇപ്പോഴാണ് ഇവിടെ നിന്ന് ഈ വണ്ടി എടുത്തത്. രാജറാണി എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നോർത്തുനിന്ന് പുറപ്പെടേണ്ട സമയമാണിത്. അപ്പോൾ ഇന്നെന്തായാലും ഡിലേ തന്നെയാണ്. ഇത് ഒട്ടുമിക്ക സമയത്തും ഇങ്ങനെ ഡിലേ ആവാറുണ്ട്. കാരണം ഈ വണ്ടി തന്നെയാണല്ലോ അത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. 7:55 ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഇവിടെ എത്തേണ്ടത്. അതാണ്, നിങ്ങൾ അപ്ഡേറ്റ് നോക്കിയിട്ട് വന്നാൽ മതി. കാരണം വെറുതെ തിരുവനന്തപുരം നോർത്തിൽ പോയി ഇരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. തിരുവനന്തപുരം പേട്ട, ഇവിടെ ഈ ഒരു പാസഞ്ചറിന് സ്റ്റോപ്പില്ല. ഇനി അടുത്ത സ്റ്റേഷൻ തന്നെയാണ് കൊച്ചുവേളി, അതായത് തിരുവനന്തപുരം നോർത്ത്. ഇതാണ് സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒമ്പത് 10 ട്രെയിൻ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചറിൽ നിന്നും തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ രാജറാണിയായിട്ട് മാറുന്നത്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കയറാൻ.
9:15 ഇപ്പോൾ. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഡോർമെട്രി സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ട്രെയിനിൻ്റെ നമ്പർ 163-49 കേട്ടോ. ആ റേക്ക് ഷെയറിംഗ് ഒക്കെ ഇങ്ങനെയാണ്. നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്കുള്ള പാസഞ്ചറായിട്ടും ഇത് പോകുന്നുണ്ട്. അപ്പോൾ 3 വണ്ടികളായിട്ടുള്ള റേക്ക് ഷെയറിംഗ് ആണുള്ളത്. ആൾക്കാരൊക്കെ കയറി ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കും. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആലപ്പുഴ വഴി മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ഉണ്ട്. ഈ ട്രെയിൻ മുഴുവനും അൺറിസർവ്ഡ് ആണ്. 9:25 പോകേണ്ട വണ്ടിയാണല്ലോ, അതുകൊണ്ട് ഇതിലിപ്പോൾ ഏത് വണ്ടി ആദ്യം പോകുന്നത് നമുക്ക് നോക്കാം. 9:17 തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷൻ. ഇതാ ട്രെയിൻ എടുത്തു. ഇനി ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വർക്കല. തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനോട് വിടാം. ഞങ്ങൾ തമ്പാനൂരിൽ നിന്ന് തന്നെയാണ് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചത്. അതിനുശേഷം മിൽമയുടെ 2 യോഗട്ടും കൂടെ വാങ്ങിച്ച് 9:50 ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. നടന്നു വരാൻ ചെറിയ വഴി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. വർക്കല കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് കൊല്ലം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള വലിയൊരു വളവ്. ഇത് ശരിക്കും വലിയൊരു വളവ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽസൊക്കെ നിങ്ങൾ കാണണം. അതായത് നമ്മൾ വന്ന അതേ ഒരു ഡയറക്ഷൻ എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിലുള്ള വളവാണ്. 10:16 ട്രെയിൻ ഇതാ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെയാണ്. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ്. ഇതൊക്കെ ഒരു സ്റ്റേഷൻ്റെ പുതിയ ഭാഗങ്ങളാണ്. മൂന്ന് മിനിറ്റാണ് കൊല്ലത്ത് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഇന്ന് ഡിലേ ആണ്. കൊല്ലം ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പോൾ നമ്മൾ വന്ന വർക്കലയിൽ നിന്നുള്ള ലൈനും ഇനി പോകുന്ന ഒരു കായംകുളം ലൈനും മറ്റൊന്നുണ്ട് നേരെ പുനലൂർ സെങ്കോട്ടൈ. ഗുഡ് മോർണിംഗ്. രാവിലെ 4:20 ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തതേ ഉള്ളൂ. ഈ ഷൊർണൂരിൽ 3:15 വണ്ടി എത്തിയത്. 1 മണിക്കൂറാണ് ഷൊർണൂരിൽ മാത്രം ഈ വണ്ടി കിടന്നത്. ഇന്നലെ രാത്രി കൊല്ലം വിട്ട ഉടനെ തന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വല്ലപ്പുഴയാണ്. 4:30 ട്രെയിൻ ഇപ്പോൾ വല്ലപ്പുഴ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ എല്ലാ സ്റ്റേഷനിലും ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. ഇവിടെ നിന്ന് കയറാനൊന്നും ആൾക്കാരില്ല, കൂടുതൽ പേര് ഇറങ്ങാനേ ഉള്ളൂ. കുലുക്കല്ലൂർ സ്റ്റേഷനാണിത്. ഇവിടെ സ്റ്റോപ്പില്ല. രാവിലെ മഴ പെയ്തു പോയത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണിപ്പോൾ. ആരോ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞു, അതായത് ബോട്ടിൽ. മലപ്പുറം ജില്ലയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ചെറുകര. ഈ രാജറാണി ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വണ്ടിയാണ്. അതിനുള്ള മെയിൻ റീസൺ ഇവിടുത്തെ പ്ലാറ്റ്ഫോമിനൊന്നും അധികം നീളമില്ല. ഭാവിയിൽ ഇതിനൊക്കെ കോച്ചുകൾ കൂട്ടിയേക്കാം. അതുപോലെ ഇവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ നീളവും കൂട്ടിയാൽ പോരെ.
ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കയറാൻ. ഇന്നലെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. എല്ലാവരും നേരത്തെ തന്നെ ലൈറ്റ് ഒക്കെ അണിച്ചു വെച്ചുകൊണ്ട് കുഴപ്പമില്ല, കംഫർട്ടബിളായി ഉറങ്ങി എന്ന് പറയാൻ. ഈ ചെറുകരിയില്ലേ, ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ വന്ന സമയത്ത് ഞാനുണ്ടല്ലോ പറഞ്ഞു, അങ്ങാടിപ്പുറത്ത് എത്തിയ സമയത്ത് പെരിന്തൽമണ്ണ പോകുന്നുണ്ടെങ്കിൽ അങ്ങാടിപ്പുറം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞതിൽ കമൻറ്റേ ഉണ്ടായി. അതിനേക്കാളും നല്ലത്, കാരണം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ പോകുന്ന റോഡ് മുഴുവൻ ബ്ലോക്കാണ്, നിങ്ങൾ ചെറുകര ഇറങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇവിടെ ഇറങ്ങിയിട്ട് പെരിന്തൽമണ്ണ ഇതുവരെ പോയിട്ടില്ല. എനിക്കൊന്ന് ഇവിടെ ഇറങ്ങിയാലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനായ അങ്ങാടിപ്പുറത്തേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 4:54. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ആകെ ഇവിടെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടൊരു സ്റ്റേഷൻ കൂടിയാണ് അങ്ങാടിപ്പുറം. 4:57. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ ട്രെയിനിലത്തെ ഭൂരിഭാഗം ആൾക്കാരും ഇറങ്ങിയത് ഇവിടെയാണ്. അഞ്ച് 3 ട്രെയിൻ ഇപ്പോൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിന് നല്ല വീതിയുണ്ട്. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങാൻ. ട്രെയിൻ ഇപ്പോൾ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞ സ്റ്റേഷനായിരുന്നു ഈ മേലാറ്റൂർ. വൈദ്യുതീകരണം വന്നപ്പോൾ അതൊക്കെ മുറിച്ച് മാറ്റി. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മഴയത്ത് ഇതിലൂടെ വന്നിട്ടില്ല. എന്തായാലും ഇന്ന് ഒരു മഴ സമയം, അതായത് ഒരു മൺസൂണിൽ തന്നെയാണ് ഇതുവഴി പോകുന്നത്. ഇപ്പം മഴയില്ല, പക്ഷേ ഞങ്ങൾ പകൽ സമയം ഇതിലൂടെ വരുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വ്യക്തതയോടെ നമുക്ക് കാണാം. ഈ പാത മുഴുവൻ ഇപ്പം ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ആയല്ലോ. സബ് സ്റ്റേഷൻ വരുന്നത് മേലാറ്റൂരാണ്. മേലാറ്റൂർ എന്നുള്ള ഒരു വലിയ ബോർഡും കാണാം ഇവിടെ. എനിക്ക് ഇതേപോലത്തെ ഒരു കിടിലൻ റെയിൽവേ സ്റ്റേഷനാണ് തുവൂര്. അഞ്ച് 20 ട്രെയിൻ ഇതാ തുവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതും നല്ല മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇവിടേക്ക് 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ഒരു ക്രോസിങ് കിട്ടും. അത് മിക്കവാറും വാണിയമ്പലത്തു നിന്നായിരിക്കും. നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരിലേക്കൊരു വണ്ടി വരാനുണ്ട് ഇപ്പോൾ. 5:24 ട്രെയിൻ ഇപ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വണ്ടി നേരത്തെ തന്നെയാണ് എത്തിയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഒരു ക്രോസിങ് കിട്ടുക. അതായത് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ അതിപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ വരും. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായി തന്നെ പറയാം. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷികളുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാം. 5:41 നിലമ്പൂർ റോഡ് ഷൊർണൂർ പാസഞ്ചർ ഇപ്പോഴാണ് വരുന്നത്. അഞ്ച് 43 വാണിയമ്പലത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്തത് തന്നെയാണ് നിലമ്പൂർ റോഡ്.
ട്രെയിൻ ഇപ്പോൾ നിലമ്പൂരിലേക്ക് ഇതാ എത്തുകയാണ്. നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു പഴയൊരു കോച്ചുണ്ട്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും 384 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ തന്നെ ഇതാ ഓട്ടോ സ്റ്റാൻഡും ഒരു KSRTCയെയും കാണാം. ഇവിടെ 5:54 കഴിഞ്ഞു. ഇപ്പോൾ ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. $55. സ്റ്റേഷന്റെ കോഡ് NIL എന്നാണ്. തിരുവനന്തപുരം നോർത്ത് നിന്ന് നിലമ്പൂർ റോഡിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 255 രൂപയാണ്. ഈ ട്രെയിനിന് ഇപ്പം തന്നെ തിരിച്ച് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ ആയിട്ട് പോകും. ഇവിടുന്ന് 7:05 ഇത് പുറപ്പെടുക. മുന്നിലത്തെ അൺറിസർവ്ഡ് കഴിഞ്ഞ് ഇവിടെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് കോച്ചൊക്കെ ഈ ട്രെയിൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ലോക്കോമോട്ടീവ് ഇപ്പം ഇവിടുന്ന് റിമൂവ് ആക്കും. ഇതിൻ്റെ ആ ഒരു മറ്റേ ഡയറക്ഷനിൽ കൊണ്ടുപോയി വെക്കും. ഇതിൻ്റെ ആ ഒരു റേക്ക് ഷെയറിംഗ് ഒക്കെ ഇതാ ഇങ്ങനെയാണ്. ഇനിയിപ്പം നിലമ്പൂർ റോഡിൽ നിന്നുള്ള ആ ഒരു പാസഞ്ചർ 56,322. നിലമ്പൂർ റോഡിൽ നിന്നുള്ള ഒരു ബോർഡ് ഉള്ളത് ഇവിടെയാണ്. അങ്ങ് അവിടെയാണ് റെയിൽവേ ലൈൻ അവസാനിക്കുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്ത രാജറാണി എക്സ്പ്രസിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് 2011 നവംബർ മാസം 11-ാം തീയതിയാണ്. അന്ന് ഈ ട്രെയിൻ ഉണ്ടല്ലോ ലിങ്കായിട്ടാണ് വന്നിട്ടുണ്ടായത്. അത് പറയുകയാണെങ്കിൽ അന്ന് ഈ വണ്ടി തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് നിലമ്പൂർ റോഡ് വരെ സർവീസ് ഉണ്ടായല്ലോ. ഷൊർണൂർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ടായ വണ്ടി അമൃത എക്സ്പ്രസ് ആണ്. അതായത് തിരുവനന്തപുരത്ത് നന്നായ വണ്ടി രാമേശ്വരം അല്ലെങ്കിൽ മധുര വരെ അല്ല ഉണ്ടായത്, അത് പാലക്കാടേക്കാണ് ഉണ്ടായത്. അപ്പം ആ രണ്ട് വണ്ടികളും ലിങ്കായിട്ട് ഷൊർണൂർ വരെ വരും. പിന്നെ ഷൊർണൂരിൽ നിന്ന് രണ്ട് വണ്ടികളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരുഭാഗങ്ങളിലേക്കും പോകും. അതേപോലെ തന്നെ രാത്രി നിലമ്പൂർ റോഡിൽ നിന്ന് ഇവിടുന്ന് വിട്ട് ഷൊർണൂർ വരെ രാജറാണി വരും, പാലക്കാട് നിന്ന് അമൃത വരും, ഷൊർണൂരിൽ നിന്ന് രണ്ട് ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് പോകും. ഇവിടെ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലുള്ള ഒരുപാട് പൂക്കളൊക്കെ കാണാം കേട്ടോ. ഈ വണ്ടി ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നോർത്തിലേക്ക് എടുക്കുക. ആദ്യകാലത്ത് ഈ വണ്ടി തിരുവനന്തപുരം സെൻട്രലിൽ നിന്നായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് കൊച്ചുവേളി, അതായത് ഇപ്പോൾ ഉള്ള തിരുവനന്തപുരം നോർത്തിലേക്ക് മാറ്റിയത്. നിലമ്പൂർ റോഡിലാകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ തന്നെ non-AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട്, അതായത് പൈസ കൊടുക്കാത്ത വെയിറ്റിംഗ് ഹാൾ ഉണ്ട്. ഇത് പെയ്ഡാണ്. 1 മണിക്കൂർ നേരത്തേക്ക് 30 രൂപയാണ്. ഞങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആകട്ടെ, 1 മണിക്കൂർ നേരം കയറാം. നിലമ്പൂർ റോഡിലത്തെ പെയ്ഡ് AC വെയിറ്റിംഗ് ഹാൾ ഇതാണ്. അത്യാവശ്യത്തിന് നല്ല സോഫകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ വന്ന രാജറാണി എക്സ്പ്രസ് ഇനിയിപ്പോൾ ഇവിടുന്ന് നിലമ്പൂർ റോഡ് ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചറായിട്ട് പോകും കേട്ടോ. 7:05 ഇതാ ആവുകയാണ്. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. ഇത് 8:30 ഷൊർണൂർ ജംഗ്ഷനിലെത്തും. വണ്ടി ഇപ്പോൾ ഫോണടിക്കും. 7:05. ഇന്നലെ കണ്ട അതേ ആ ഒരു സെയിം ലോക്കോമോട്ടീവ് തന്നെയാണ്. സ്റ്റേഷനിൽ ഇവിടെ തന്നെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വണ്ടി വിട്ടതിന് ശേഷമാണ് ചാടി കയറിയത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇതാ ഈ ഭാഗത്തേക്കാണ്. നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ ഭാഗത്ത് പാർക്കിംഗ് ആണ്. 2 വീലർ പാർക്കിങ്ങും 4 വീലർ പാർക്കിംഗ് ഒക്കെയാണ് ആ ഒരു മുൻഭാഗത്ത്. പിന്നെ ഇവിടുന്ന് നേരെ
ഈ ഭാഗത്ത് ഇതാ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളി ഒരു ഡിസൈനിങ്ങിൽ തന്നെയാണ് സ്റ്റേഷൻ നിർമ്മിച്ചത്. ഞങ്ങൾ വന്നതിന് ശേഷം വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് പോയിട്ടാ. അടിപൊളിയല്ലേ സ്റ്റേഷൻ കാണാൻ? ആ ഒരു ലൈറ്റിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു എടുപ്പ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിൻ ഇവിടുന്ന് പോയി. നമുക്കിനി നേരെ ഇതിലൂടെ നടക്കാം. ഇവിടെ തന്നെ വലിയൊരു മരമൊക്കെ ഉണ്ട്. ആ ട്രെയിൻ പോകുന്ന ഒരു ഫ്രെയിം കണ്ട അടിപൊളിയല്ലേ? ശരിക്കും നല്ലൊരു കിട്ടിലൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു നിലമ്പൂർ റോഡ്. കാരണം പ്രകൃതിയോട് അത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ നിലമ്പൂർ റോഡ് എന്നുള്ള ഒരു ബോർഡൊക്കെ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ ഒരു മുഴുവൻ കാഴ്ച. ഓട്ടോ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓട്ടോ ഒന്നും വേണ്ട. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ അണ്ടർപാസിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിത് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ അറിയുക, റോഡും ഉണ്ട്, അതുപോലെ തന്നെ ആൾക്കാർക്ക് നടക്കാനുള്ള വഴി സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ് കയറി നേരെ നിലമ്പൂർ ടൗണിലേക്ക് പോവാണല്ലേ നവി? ഈ നിലമ്പൂർ റോഡ്, അതായത് ഈ റോഡ് എന്ന് പറഞ്ഞ ഒരു പേര് സ്റ്റേഷന്റെ അടുത്ത് ഇങ്ങനെ കൂട്ടി എഴുതുന്നുണ്ടല്ലോ. അത് കാരണം വെച്ചാല് ആ ടൗണ് ഈ സ്റ്റേഷന് കുറച്ച് മാറി നിൽക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈക്കം റോഡ്, പിറവൻ റോഡ് എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ തന്നെയാണ് നിലമ്പൂർ റോഡ്. നിലമ്പൂർ ടൗൺ ഇവിടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ മാറിയിട്ടാണുള്ളത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് നമുക്ക് ഇതിന്റെ പുറത്ത് തന്നെ ബസ്സുകൾ കിട്ടും. ഇന്നൊരു ഞായറാഴ്ചയാണ്, അപ്പോൾ രാവിലെ തന്നെ എത്രത്തോളം ബസ്സുകൾ കിട്ടുമെന്നൊന്നും അറിയില്ല. നമുക്ക് ഏതെങ്കിലും ടൗണിന്റെ ഭാഗത്തേക്ക് പോവാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്ക് 4 വർഷങ്ങൾക്ക് മുന്നേ രാജറാണി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയുണ്ടായി. അതൊരു വേൾഡ് കപ്പ് സമയത്താണ്. ഇപ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പ് സമയമാണ്. ഇതാ ഇവിടെ അർജന്റീനയുടെ ഫ്ലാഗ്, അവിടെ ബ്രസീലിന്റെ ഫ്ലാഗ്. ഞങ്ങൾ കുടുംബക്കാർ മുഴുവനും അർജന്റീന ഫാനാണ് കേട്ടാ. ഞാൻ, നവി, അച്ഛൻ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കട്ട അർജന്റീന ഫാൻസുകാരാണ്. ശരിക്കും പറഞ്ഞാൽ നവി, അച്ഛനാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആവേശം അല്ലേ? ശരി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഭ്രാന്താണ്. കാരണം ഏത് എന്താ പറയാ നട്ടപ്പാതിരൊക്കെ നമ്മളെ വിളിച്ചോണോർത്തല്ലേ? അതുമാത്രല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മ എണീറ്റില്ലെങ്കിലും പുള്ളിക്കാരെ നല്ല രീതിയിലല്ലേ കാണും. അതെ, എന്താ പറയാ, നമ്മുടെ കോപ്പ അമേരിക്കയിൽ അന്ന് നമ്മുടെ പെനാൽറ്റിയിൽ വിഷന്നിട്ട് എന്താ പറയാ അർജന്റീന തോറ്റില്ലേ, എന്തോ അത് മറക്കാൻ പറ്റും. പുള്ളി കഴിഞ്ഞ കോപ്പല്ല, അതിന് മുന്നേ. അത് ഞാൻ എന്നിട്ട് ചോദിക്കുമ്പോ എന്താ ആ സമയത്ത് ഫീൽ, അത് മറക്കാൻ പറ്റില്ല. അതെ 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 അതെ. ബസ് വരട്ടെ. ഞങ്ങള് ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നടന്നപ്പോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. ഈ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള ഭാഗത്തിന്റെ പേര് ചന്തക്കുന്ന് എന്നാണ്. ബസ്സിന് വേണ്ടി അവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ ഇവിടെയൊക്കെ നല്ല റോഡുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഓരോ സ്ഥലത്ത് പോയാലും അവിടെ ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളില്ലേ, അത് തന്നെയാണ്. ഇവിടെ എന്തായാലും അടിപൊളിയാണ്. ഈ നെടുക്കയിൽ ആന വരുന്ന സ്ഥലമാണ്. ഈ തേക്കിന്റെ ആ ചിത്രമൊക്കെ കാണുന്നത് തേക്ക് മ്യൂസിയം അല്ലേ? അത് ഇവിടെ 50 രൂപ ചാർജാണ്. ഈ ചേട്ടൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. 20 രൂപയേ ആയുള്ളൂ. നല്ലൊരു ചേട്ടനാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇനി ഇവിടുന്ന് നല്ലൊരു ഹോട്ടൽ നോക്കി രാവിലെയുള്ള ഭക്ഷണം കൂടെ കഴിക്കാം. രാവിലെ ആയതുകൊണ്ട് തന്നെ പല കടകളും തുറന്നിട്ടില്ല. ഇപ്പൊ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഒരു വണ്ടിയാണ്. ഇവിടുന്ന് നേരിട്ട് കോഴിക്കോട്, മഞ്ചേരി ഭാഗത്തേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു തവണ ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങി നേരെ മഞ്ചേരിയിലേക്ക് ബസ്സിന് പോയി. എന്നിട്ട് അവിടുന്ന് കോഴിക്കോട് ബസ്സിന് കയറിയിട്ടാണ് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത്ര രാവിലെ ആയതല്ലേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും കടകളൊക്കെ ഓപ്പണായി വരാൻ. ഇനിയിപ്പോൾ വലിയൊരു മഴ പിടിക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നല്ലൊരു ഹോട്ടൽ നോക്കി കയറാം. ഞങ്ങൾക്ക് ഇവിടുത്തെ ഹോട്ടലൊക്കെ എങ്ങനെയാണെന്നും അറിയത്തില്ല. അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ കുറച്ച് ഹോട്ടൽ കണ്ടു. ഒന്നെങ്കിൽ അവിടത്തേക്ക് തന്നെ പോവാം. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറിയേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് നൂൽപുട്ടാണ്, അതായത് ഇടിയപ്പാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മുട്ട റോസ്റ്റും. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇത് മഞ്ചേരിയിലേക്ക് പോകുന്ന ഒരു ബസ്സാണ്.
കൂടുതൽ വണ്ടികളും മഞ്ചേരിയിലേക്ക് തന്നെയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ബസ് കയറി കേട്ടോ. ഞങ്ങള് തിരിച്ചിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് തന്നെ പോവാണ്. ഒരു ഹൈപ്പർ മാർക്കറ്റാണിത്. നിലമ്പൂർ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ചന്തക്കുന്ന്. ഇവിടെ കൂടുതലും കുട്ടി ബസ്സുകളാണ്. ഒരാൾക്ക് 10 രൂപ മാത്രമേ ആയുള്ളൂ. ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ നേരത്തെ ഇവിടെ തന്നെയാണ് ആ ഒരു ഓട്ടോ കയറി അങ്ങോട്ട് പോയതും. നിലമ്പൂരിനെ പറ്റി പറയുമ്പോൾ തേക്ക് മരങ്ങൾക്ക് വളരെയധികം പേരുകെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. ഈ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഫ്ലാഗ് ഒക്കെ കണ്ടില്ലേ. നമ്മുടെ നാട്ടിലായാലും ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെ ഇതേപോലെ പോസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ ഞങ്ങള് വലിയ ഫ്ലക്സ് ഒക്കെ ആക്കോട്ടെ നാട്ടില്. പിന്നെ അതിന്റെ ഒരു ഫ്ലക്സിന്റെ ചിത്രമാണ് ഞാൻ ഇതിൽ കാണിക്കാം. ഞങ്ങളെ ആ ഒരു 2018 സമയത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കൂടാതെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇഷ്ട ടീം തോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷം. അത് നമ്മളായാലും ആരായാലും ഉണ്ടാവും. എനിക്ക് മറക്കാൻ കഴിയാത്തത് 2014 ജർമ്മനിയോട് ഉണ്ടായ ഒരു ഫൈനലാണ്. ഈ വേൾഡ് കപ്പിന്റെ അതാണ് നിൽക്കട്ടെ നവി. നമ്മുടെ ISL ഇല്ലേ, ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കയറി തോറ്റില്ലേ. ആ സമയത്ത് നമ്മുടെ അവസ്ഥ ചോദിക്കല്ലേ. ഫൈനൽ 2016 കൊൽക്കത്തയോട് തോറ്റാണ്. ആ കളി കാണാൻ വേണ്ടി ഞാൻ കലൂര് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലൈവായിട്ട് കണ്ടാണ്. ഈ വീട്ടിൽ നിന്ന് ഇരുന്ന് ലൈവ് കാണുമ്പോഴല്ല കസേരയിലെടുത്ത് എറിയാന്ന്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വേറെ ടീമുകൾ നമ്മള് എല്ലാ ടീമിനും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് റൊണാൾഡോനെ ഭയങ്കര ഇഷ്ടമാണ്, നെയ്മറിനെ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ തോക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനെ കളിയൊക്കെ ചെയ്യും. പക്ഷെ ഞാനത് പറയാം, ഈ ഫാൻ ഫൈറ്റ് ഒന്നും തമാശ അങ്ങനെ കണ്ടുകൂടും, ഒരിക്കലും സീരിയസ് ആകുമ്പോൾ. അതായത് ഈ ഫാൻ ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആയിക്കോ കുഴപ്പമൊന്നുമില്ല, അത് ആ വേൾഡ് കപ്പോട് തീരണം. അതിനുശേഷം അത് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഫ്രണ്ട്സ് ആയിട്ട് അങ്ങോട്ട് പോവാം തീർച്ചയായിട്ടും. ഇനി അടുത്ത ദിവസത്തെ വീഡിയോ നിലമ്പൂർ റോഡ് മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും പകൽ കാഴ്ചയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാറ്റസിലോട്ട് ബൈ.